തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാനിച്ചപ്പോൾ ശുഭപ്രതീക്ഷയിലാണെന്നും എല്ലാം ജനങ്ങളുടെ കയ്യിലാണെന്നും CPIM വിട്ട് പയ്യന്നൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച വി കുഞ്ഞികൃഷ്ണൻ. ജയിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. ഫലമറിയാൻ 3 ആഴ്ചയോളം കാത്തിരിക്കേണ്ടി വരുമെന്നത് പ്രയാസം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ഫലറിയാൻ 3 ആഴ്ചയിലേറെ കാത്തിരിക്കേണ്ടി വരും എന്നത് ഒരു പ്രയാസം തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലാതെ വേറെ മാർഗം നമ്മുടെ മുമ്പിലില്ല. എന്തായാലും ജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ആ നിലയിലുള്ള പ്രതികരണം തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. തൃശൂർ മണലൂർ നിയമസഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ BJP പോളിംഗ് ഏജന്റിന്റെ കയ്യേറ്റ ശ്രമമെന്ന ആരോപണം. പോളിംഗ് ബൂത്തിലെ സന്ദർശനത്തിനിടെയാണ് സംഭവം നടന്നതെന്ന് UDF പ്രവർത്തകർ ആരോപിച്ചു. അതേസമയം പ്രതാപനെ അല്ല മറിച്ച് TN പ്രതാപൻ തങ്ങളുടെ പ്രവർത്തകരെയാണ് മർദ്ദിച്ചതെന്ന ആരോപണവുമായി BJP പ്രവർത്തകരും രംഗത്തെത്തി. സമയത്ത് BJPയുടെ പോളിംഗ് ഏജന്റ് മുൻ MP കൂടിയ സ്ഥാനാർത്ഥിയെ കഴുത്തിൽ പിടിച്ച് തള്ളി. തുടർന്ന് ഞങ്ങൾ എല്ലാവരും കയറി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് അയാൾ മദ്യപിച്ചുണ്ടോന്ന് സംശയിക്കുന്നു. അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോന്ന് വരെ നമുക്ക് സംശയം. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് അയാളെ റിലീസ് ചെയ്ത് കൊണ്ടുപോയെന്നാണ് നമ്മളിപ്പോ സംശയിക്കുന്നത്. ബൂത്ത് നമ്പർ 205 സ്ഥാനാർത്ഥി പോളിംഗ് ഏജന്റിനും അവിടെ വോട്ടിംഗ് നടക്കണ്ടോ എന്ന് പരിശോധിക്കാൻ വന്ന സമയത്ത് BJPയുടെ പോളിംഗ് ഏജന്റ്